പക്ഷെ ഈ ചിക്കൻ കേരളത്തിലെ തട്ടുകടയിൽ കിട്ടും. എത്ര മൈലായി? എത്ര മൈൽ? തായ്ലൻഡ് വന്നിറങ്ങി ആദ്യമേ തന്നെ പണി കിട്ടി. ഇതാണ് ഒറിജിനൽ റെഡ് ബുൾ എന്ന് പറയുന്നത്. ബോക്സിംഗ് ഉണ്ട് ഗൈസ്, 22 ഫെബ്രുവരി. ഇങ്ങനെ സാധനം വരുന്നത്, ഇതിന്റെ അകത്ത് ഹെർബ്സ് ആണ്. ഫ്രഷ് പൂപ്പ് ഗൈസ്, ഫ്രഷ് പൂപ്പ്. മസാജ് ഇല്ല ഇല്ലാന്നൊക്കെ. ഇവിടെ എല്ലാ സാധനവും ലീഗലാണ്. ഇത് നോക്ക്, വൈറ്റ് വീട്. Hello guys, welcome to Thailand series part 1. So this is my first international trip to Krabi, Thailand. And ഞാനും എൻ്റെ കസിൻ അപ്പുവും കൂടെ തായ്ലൻഡിലേക്ക് വന്നിരിക്കുകയാണ്. ആൻഡ് ഇവിടുത്തെ കാഴ്ചകളായിരിക്കും ഈ നെക്സ്റ്റ് കുറച്ച് സീരീസിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ വ്ലോഗ്. I'm here with അപ്പുകുട്ടൻ വ്ലോഗ്സ്. നമസ്കാരം. സോ ഞങ്ങളിവിടെ കൊച്ചി എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാണ്. 10:40 ഇവിടുന്ന് നേരെ കോലാലംപൂർ, അവിടുന്ന് നേരെ ക്രാബി. സോ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട്. See you. സോ ഗൈസ്, നമ്മൾ കോലാലംപൂർ എത്തിയിട്ടുണ്ട്. വെളുപ്പിനെ എത്തി. ഇപ്പോൾ ടൈം ഏകദേശം 9 മണി. 11 മണിക്കാണ് നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ്. ആൻഡ് നമ്മൾ ഇവിടുന്ന് എന്താ കഴിക്കാൻ പോണേ? നാസി ലമാക്ക് കഴിക്കാൻ പോകാം. നസി ലമാക്ക് കോലാലംപൂർ സ്പെഷ്യൽ മലേഷ്യൻ ഡിഷാണ്. സോ ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട് ഫ്രോം ആയോം. നമ്മൾ ഓർഡർ ചെയ്തു, ഇനി അത് നമ്മുടെ ടേബിളിലേക്ക് വരും. Let's try it out. So this is the dish. അപ്പോൾ വന്നിരിക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് അവരുടെ പണ്ണാൻ റൈസ് ആണിത്. ഇത് ചിക്കൻ സാമ്പാർ. സാമ്പാറോ? സാമ്പാൽ. ഇത് ഉണക്കമീൻ, കടല, വെജിറ്റബിൾസ്, ഹാർഡ് ബോയിൽ മുട്ട, പിന്നെ ആയാം ഗുറാങ് എന്ന് പറഞ്ഞ അവരുടെ ഫ്രൈഡ് ചിക്കൻ ആണത്. അപ്പോൾ ഇതാണ് അവരുടെ നാഷണൽ ഡിഷ്. ഇതാണ് മലേഷ്യയുടെ നാഷണൽ ഡിഷ്. പക്ഷെ ഈ ചിക്കൻ കേരളത്തിലെ തട്ടുകടയിൽ കിട്ടും, പക്ഷെ അതിന്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട്. നീ കഴിച്ചിട്ട് പറ. ഓക്കെ, കഴിച്ചു നോക്കാം. ഗ്രേവി ഭയങ്കര സ്പൈസിയാണ്. ഗ്രേവി എന്ന് പറയുമ്പോ ഈ സാമ്പാര്, സാമ്പാർ അതിന്റെ മുകളില് ഇരിക്കുന്ന പോർക്ക് ഫ്ലോസ് ആണ്. അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ഉണക്കിറച്ചി പോലത്തെ ഒരു വെറൈറ്റി സാധനങ്ങൾ. ചിക്കൻ കാണാൻ നല്ല ഡ്രൈ ആണെങ്കിലും പക്ഷെ അകത്ത് നല്ല ജ്യൂസി. ഇപ്പോ ഒരു ഔട്ട് ഓഫ് 10 ഒരു റേറ്റിംഗ് കൊടുക്കുവാണെങ്കിൽ you can give 8 out of 10. So around 10 o'clock കഴിഞ്ഞു. And 11 o'clock നമുക്ക് നെക്സ്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ടു ക്രാബി, തായ്ലാൻഡ്. ഇവിടുന്ന് എന്തോ അച്ചാറാന്ന് തോന്നുന്നു, എടുത്തോണ്ട് പോയി. Wow, postcards. 3 postcards from Malaysia. Wow, French magnets. I love Malaysia. Sawatika. എത്ര മൈലായി? എത്ര മൈൽ? So it's ringgit guys. Malaysian ringgit. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് ഞങ്ങൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബാക്കി വിശേഷം തായ്ലൻഡ് എന്ന്. See that guys. Got to be the sea guys. We're heading to Thailand. തായ്ലൻഡ് വന്നിറങ്ങി ആദ്യമേ തന്നെ പണി കിട്ടി. ഇന്ത്യൻ റുപ്പി ബാത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന വഴിക്ക് ആദ്യം കണ്ട മണി എക്സ്ചേഞ്ചിൽ കയറിയിട്ട് കൺവേർട്ട് ചെയ്തു. ആൻഡ് ആദ്യം കൺവേർട്ട് ചെയ്തപ്പം നമ്മുടെ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് അറൗണ്ട് 2.8 റുപ്പീസ്. പക്ഷേ ഇവിടെ വന്ന് നെക്സ്റ്റ് സ്ഥലത്ത് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവിടെ അറൗണ്ട് 3 പോയിന്റ് സംതിങ്, അറൗണ്ട് 1000 ബാത്തിന്റെ ഡിഫറൻസ് വന്ന് നമ്മൾ കൺവേർട്ട് ചെയ്ത മണിയിൽ. അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ആദ്യമേ 1-2 ഇടത്ത് റേറ്റ് ഒക്കെ ചോദിച്ചിട്ട് മാത്രം കൺവേർട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കും. ക്രാബി എയർപോർട്ടിന്റെ പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ ഊബറിന് പകരം ഇവിടെ ഉള്ളത് ഗ്രാബാണ്. അപ്പം ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാക്സി വരാൻ വെയിറ്റ് ചെയ്യാണ്.
വന്നിട്ട് നോക്കാം. മോനെ ഇവിടുത്തെ ടാക്സി സീൻ ക്ലോസ്. തായ്ലാൻഡ് കുറച്ച് ട്രൈ ആണ്. We have reached the hotel. Thank you. ഇറങ്ങി കുറച്ചിപ്പുറത്ത് ഇറങ്ങിയത്. ഇനിയിപ്പം ഹോട്ടലിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. കുഴപ്പമില്ല, നല്ല ചൂടാണ്, നല്ല വെയിലാണ്. എന്തായാലും പോയി നോക്കാം. സോ ഈ കാണുന്നതാണ് നെക്സ്റ്റ് 5 ഡേയ്സിലേക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന ഹോട്ടൽ. കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ല, എന്തായാലും കയറിയിട്ട് നോക്കാം. So this is our room for the next 5 days. Room that is number 32. Open up. FBI, open up. Shit. Woo. Oh boy, double bed. Hi. Balcony മോനെ ഒരു സെക്ഷൻ പുറത്തു. Bro. Pool. Go to pool. And this is the washroom. So, next 5 days, ഞങ്ങൾ ഇവിടെ ആയിരിക്കും. ആൻഡ് തായ്ലൻഡ് ക്രാബി എക്സ്പ്ലോർ ചെയ്യാനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ എന്താണെന്ന് തപ്പണം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഉടനെ വരാം. ബൈ. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഉച്ച ആയതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല. ബെസ്റ്റ് തായ് ഫുഡ് അവിടെ കിട്ടുമെന്ന് നോക്കി നമ്മൾ കഴിക്കാൻ പോവാണ്. അത് റേറ്റ് കുറവാ. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ അവനാങ്ങിന്റെ ടൗണിലാണ്. ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്ററിൽ അവനാങ് ബീച്ച് ഉണ്ട്. അപ്പോൾ ടൗണിൽ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി ഇഷ്ടംപോലെ കടകളുണ്ട്. പക്ഷെ ഫസ്റ്റ് തായ് ഫുഡ് അല്ല, അതപ്പോൾ കുറച്ച് അടിപൊളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നമ്മൾ റേറ്റിംഗ് ഒക്കെ നോക്കി ഇങ്ങനെ തപ്പി തിരഞ്ഞ് നടക്കുകയാണ്. ഏതെങ്കിലും ഒന്നും കിട്ടും. ഇതുപോലെ ഇഷ്ടംപോലെ ചെറിയ സ്ട്രീറ്റ് ഫുഡ് പോലത്തെ കടകളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കിട്ടും, എന്തെങ്കിലും കിട്ടും. അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറുന്നതിന് മുന്നേ നമ്മളിവിടെ 7-Eleven ജസ്റ്റ് വന്ന ഒരു ഡ്രിങ്ക് എടുക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് 7-Eleven എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തായ്ലൻഡ് എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ്. സോ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഞാൻ എന്തായാലും ജസ്റ്റ് 7-Eleven മാത്രം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു വീഡിയോ ഇടാം. അതിന് മുന്നേ നമുക്ക് ഇപ്പോൾ പോയിട്ട് നമുക്ക് പല ഫ്ലേവേഴ്സിലുള്ള തായ്ലൻഡ് ലേസ് ഒക്കെ ഉണ്ട് ഇവിടെ. അല്ല ഇങ്ങനെ ഡ്രിങ്കിൻ്റെ പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു ഡ്രിങ്ക് എടുക്കാം ഫസ്റ്റ്. ഓ ഇതെന്താന്ന് പറഞ്ഞത് ഒറിജിനൽ റെഡ് ബുൾ. ഓക്കെ, ഇതാണ് ഒറിജിനൽ റെഡ് ബുൾ എന്ന് പറയുന്നത്. കാർബണേറ്റഡ് അല്ല. പിന്നെന്താ അതിനകത്ത് പ്യൂർ ടോറിനാണ്. ഇവിടെ നാട്ടിലെ ടോണിക്കൊക്കെ വരുന്ന പോലെയാണ് ഇവിടെ റെഡ് ബുളിന്റെ ഇത് വരുന്നത്. സോ നമ്മളൊരു റെഡ് ബുൾ എടുത്തിട്ടുണ്ട്. സ്പെഷ്യൽ ചീറ്റോസ് ഇവിടെ 20 ബാത്താണ് ഇതിന് വരുന്നത്. 20 ബാത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 60 റുപ്പീസ്. നമ്മുടെ നാട്ടിലേക്ക് ഈ സാധനം വരുമ്പോൾ 700 രൂപ. ഏതാ കളി? സോ ഇവിടുത്തെ എല്ലാം തോന്നുന്നുണ്ട്. ഇതൊക്കെ എന്താ സാധനങ്ങൾ, കണ്ടിട്ടില്ലാത്ത പലതരം സാധനങ്ങളോടെ കിട്ടും. ഇതിന്ന് കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് അൺബോക്സ് ചെയ്ത് ഒറ്റയ്ക്ക് കഴിച്ചിട്ട് റിവ്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. നടക്കുമല്ലോ എന്ന് നോക്കാം. സോ നമ്മൾ അവിടുന്ന് ബില്ല് ചെയ്ത് ഇറങ്ങി. ഇതിന് എത്രയായിരുന്നു? 20യോ? അല്ല 12 ബാത്തേ ഉള്ളൂ. ജസ്റ്റ് 12 ബാത്ത്. അപ്പോ സാധനം എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്ത് നോക്കാം. Cheers. കൊള്ളാം. പ്യൂർ റെഡ് ബുൾ പോലെയോ? പക്ഷേ കാർബണേഷൻ ഇല്ല. ഓക്കെ, ലെറ്റ് മീ ട്രൈ. ഇപ്പൊ ശേഖരൻകുട്ടി ട്രൈ ചെയ്യാൻ പോവാണ് റെഡ് ബുൾ. എന്താണ് അഭിപ്രായം? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റെഡ് ബുളിന്റെ ഗ്യാസ് ഇല്ലാത്തൊരു ടൈപ്പ്, പക്ഷെ ടേസ്റ്റിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ചെറിയൊരു ടോണിക്കിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. കൊള്ളാം. പക്ഷെ എനർജി കിട്ടുമെന്ന് ഞാൻ ഇത് കുടിച്ച് കഴിഞ്ഞിട്ടും പറഞ്ഞുതരാം. ഇനീഷ്യൽ റേറ്റിംഗ് എത്ര ഔട്ട് ഓഫ് 10? ഔട്ട് ഓഫ് 10 ഒരു 7 കൊടുക്കാം. അപ്പൊ നമ്മള് അതാ ഒരു സ്ട്രീറ്റ് ഫുഡ് ഒക്കെ ഉള്ള ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. നമ്മള് പട്ടായാണ് അടിക്കാൻ പോകുന്നത്. എന്താണത്? പട്ടായി. എന്താ അത് തായ്ലൻഡിന്റെ നാഷണൽ ഡിഷാ. തായ്ലൻഡ് നാഷണൽ ഡിഷ് എന്നൊക്കെയാണ് പറയുന്നത്.
സോ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ കാർഡ് എടുക്കില്ല. ആൻഡ് ഞാൻ ക്യാഷ് റൂമിൽ വെച്ച് മറന്നു. സോ വി ആർ ഗോയിങ് ബാക്ക് ഇൻ സെർച്ച് ഓഫ് അനദർ റെസ്റ്റോറൻറ്റ്. സോ ഇവിടെ ബോക്സിംഗ് ഉണ്ട് ഗൈസ്, 22 ഫെബ്രുവരി. പറ്റുവാണെങ്കിൽ അതുകൂടെ പോയി കാണാമായിരുന്നല്ലേ. ഞങ്ങള് ഹോട്ടലിൽ തപ്പി വന്നപ്പോൾ കണ്ടൊരു ചെറിയ മിനി മാർട്ടാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന സാധനം നോക്ക്, നമ്മുടെ തായ്ലൻഡ് സ്പെഷ്യൽ. തായ്ലൻഡിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും വാങ്ങിച്ചിട്ട് പോകുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു ടൈപ്പ് ഓഫ് ഇൻഹേലർ. അപ്പോൾ ഇവിടെ ഇത് 12 പീസിന് 450 ബാത്താണ്. അറൗണ്ട് 1500, 1300, 1400 രൂപ അടുത്ത് വരും. അപ്പോൾ എന്തായാലും പോകുമ്പോൾ ഇതും കുറച്ചെണ്ണം മേടിച്ചോണ്ട് വേണം, നാട്ടിൽ കൊണ്ടിട്ട് എല്ലാവരും മണപ്പിക്കാമല്ലോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇപ്പോൾ 15 ബാത്ത് കൊടുത്തിട്ട് ഏറ്റവും ചെറിയൊരു ആ ഒരു ഇൻഹേലർ, ഹെർബൽ ഇൻഹേലർ വാങ്ങിച്ചു. ആൻഡ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിങ്ങനെ സാധനം വരുന്നത്, ഇതിൻ്റെ അകത്ത് ഹെർബ്സ് ആണ്, ജസ്റ്റ് ഒരു കവറിങ് ഉണ്ട്. ആ ഒരു ഹെർബൽ സ്മെല്ലുണ്ട്. പക്ഷേ നമ്മുടെ ആ വലിയ ആ ഒരു ഇത് ബ്രാൻഡ് വേറെയാ. ഇത് വേറെ ഏതോ ഒരു ബ്രാൻഡാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു കിളിയുടെ പടമുള്ള ആ ഒരു സാധനം തന്നെ വാങ്ങിക്കണം, അതാണ് ആ ഒറിജിനൽ സാധനം വരുന്നത്. പക്ഷെ അതിന് ഇതിലും കുറച്ചുകൂടെ ബെറ്റർ സ്മെല്ലും ആ ഒരു പഞ്ചും ഉണ്ട്. പക്ഷെ ഇത് കുറച്ച് കുറവാണ്, എങ്കിലും കുഴപ്പമില്ല. സോ ഞങ്ങൾ തപ്പി വന്ന ആ ഒരു റെസ്റ്റോറൻറ്റിലെത്തി. തായ് മീ അപ്പാങ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് കഴിക്കാൻ പോകുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സാധനം, പട്ടായി ചിക്കൻ ഓർ പോർക്ക്. 125 ബാത്താണ് അതിൻ്റെ റേറ്റ് വരുന്നത്. തായ്ലൻഡിൽ എന്തോ വലിയ ഡിഷാണെന്നാണ് അപ്പോൾ ഇവിടെ പറഞ്ഞത്. സോ പട്ടായി കഴിക്കാൻ പോവാണ്. അപ്പോൾ കൂടെ സജസ്റ്റ് ചെയ്തു, പുറകെ കൂടെ പോകുന്ന ബിക്കിനി നോക്കേണ്ടി വരും, അപ്പോൾ കൂടെ നോക്കണം. Yeah, so let's try out pad thai, guys. Yeah, thank you. ഇതാണ് നമ്മുടെ എന്ത് pad thai. Yeah, this is chicken pad thai, red curry with rice, squeeze of lemon. Yeah, chicken. നല്ല ചൂടുണ്ട് ഗൈസ്. ചിക്കൻ ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഈ നൂഡിൽസ് റബ്ബർ പോലെയാണ്, കുറച്ച് നല്ല ചുവയാണ്. ബാക്കിയൊക്കെ ഓക്കെയാ. പിന്നെ റെഡ് കറി അടിച്ചോ. ചിക്കൻ അവര് മീഡിയം ആണെന്ന് പറഞ്ഞെങ്കിലും ഒട്ടും വരില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല രുചിയുണ്ട്. മീഡിയം സ്പൈസി ആണ് അവരുടെ അടുത്ത് പറഞ്ഞത്, പക്ഷെ സ്പൈസി അല്ല. ടേസ്റ്റ് കൊള്ളാം. സൂപ്പിന്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, ആ ഒരു സൂപ്പി സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. ചിക്കൻ ഒന്ന് കഴിച്ചാണ്, കാഫി ലൈമും ഇട്ടുണ്ട്. തുക്കയുടെ ഒക്കെ ആ ഒരു ഫീലുള്ളൊരു എന്തോ സാധനം തോന്നുന്നു. കൊള്ളാം. തായ്ലൻഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് കൊള്ളാം. ഇവിടുത്തെ ക്ലൈമറ്റ് എക്സ്ട്രീംലി ഹ്യൂമിഡും ആണ്, നല്ല ചൂടുമാണ്. അതെ, ശേഖരം കുട്ടി കഴിച്ചു തീർന്ന പോലും ഇല്ല, മുഴുവൻ വേർപ്പൊലിക്കുക. എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്യും എനിക്ക് അറിയില്ല, നോക്കട്ടെ. അപ്പണ്ട് നെക്സ്റ്റ് ടൈം. സോ ഫുഡ് കഴിച്ച് നമ്മൾ ചാടി അവിടുന്ന് ഇനി നേരെ ഔനാങ് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സോ ബീച്ചിന്റെ സൈഡിലൊക്കെ ഇഷ്ടം പോലെ ഷോപ്സ് ഉണ്ട് ഇതുപോലെ. അങ്ങനെ എന്തായാലും ചെരുപ്പ് വാങ്ങിച്ചിട്ടില്ല, ഒരു പേർ ചെരുപ്പ് വാങ്ങണം. പിന്നെ അതാ പാബ്ലോ എസ്കോബാർ കോളിംഗ്, കുറച്ച് ടീഷർട്സ് വാങ്ങണം. ഓ മാൻ, നമുക്ക് തായ്ലൻഡ് ഷോർട്സ് ഇതെന്തായാലും ഒരെണ്ണം വാങ്ങിച്ചിട്ട് പോകണം. ഓക്കെ, സോ നമ്മൾ ബീച്ചിന്റെ അടുത്തെത്തി മോനെ. കേരളത്തിലുള്ള ബീച്ചൊന്നും അല്ല കേട്ടോ, ബീച്ചിൽ ഈ കാണുന്നതാണ് ബീച്ച്. ജസ്റ്റ് ഒന്ന് കാണിച്ചേ.
ഹലോ. ഇതൊക്കെയാണ് ബീച്ച്. ഏതാ ബീച്ച് നോക്ക്, ഫുള്ള് സെയിൽ ബോട്ട്സ് ആണ് കിടക്കുന്നത്. അങ്ങ് നടുക്കൊരു ഐലൻഡ് നോക്ക്, ഈ സൈഡിലുള്ള മൗണ്ടൻസ് നോക്ക്. സീൻ. അതിന് ഇത്രയും ഫോറിനേഴ്സ് വന്ന് പോയിട്ടുണ്ടെങ്കിൽ തീരെ ലിറ്ററിങ്ങോ അതുപോലെ തന്നെ ഗാർബേജോ ഒന്നും ഈ ബീച്ചിലില്ല. കേരളത്തിലൊക്കെ അല്ല പോട്ടെ, ഇന്ത്യയിലായിരുന്നു ഇപ്പൊ കാണാമായിരുന്നു. ഞങ്ങളിപ്പോ ബീച്ചിന്റെ സൈഡിൽ കൂടെ ഉള്ള ഈ സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പറ്റിയ ഷോപ്സ് ഒക്കെ ചുമ്മാ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. ആൻഡ് ഈ ഷോപ്പിൽ കുറെ കാറുണ്ട്. ഓ മൈ ഗോഡ് ഗൈസ്, ഈ ഷോപ്പിൽ വന്നപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം കിട്ടി. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഫ്രഷ് പൂപ്പ് ഗൈസ്, ഫ്രഷ് പൂപ്പ്. ഓ, ഈ ഷോപ്പ് ചുമ്മാ പൊളി, ഒരേ പൊളി സാധനം. ഇടിവളുണ്ട്, ഇടിവള. ഇതെവിടെ നിന്ന് പൊളിക്കാം. ഇങ്ങടുത്ത് How much is ഇത് മാത്രമല്ല, നൈഫ് നോക്ക്. how much? This is $300. This $100. relax. This one. Are you taking everything with a piece? ഓ, അവിടുത്തെ വെപ്പൺസ് ഒക്കെ എടുത്ത് ഞാൻ ഫിലിം ചെയ്തപ്പോൾ പുള്ളി എന്നെ അവിടെ നിന്ന് ഇറക്കി വിട്ടു ഗൈസ്. ഇനി നെക്സ്റ്റ് ഷോപ്പ് കയറി നോക്കാം. മിനിമാർട്ട്. ഇവിടെ ഉണ്ട് മിനിമാർട്ട്. എന്തിനാ? ബീച്ച് ഫുള്ള് ബോട്ട്സാ. ബീച്ച് ഫുള്ള് ഈവനിങ് ആയപ്പോൾ ബോട്ട് ഫുള്ള് കടലിലേക്ക് ഇറങ്ങാം. ടൂർ ചെയ്യാനുള്ള ബോട്ടാണ്. ഐലൻഡ് ടൂറിസിനൊക്കെ പോകുന്ന ബോട്ട്സ് ആണ് ഫുള്ള് കിടക്കുന്നത്. ഓ, ഈ ഷോപ്പൊക്കെ ഒരു രക്ഷയില്ല. കുറേ വെറൈറ്റീസ് ഓഫ് കുറേ കിടില നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ലാത്ത കുറേ സാധനങ്ങളുണ്ട്. ഇത് കണ്ടു, സോ ഒരു റൗണ്ട് കറക്കം ഫുള്ള് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാ. ഇനി റൂമിൽ പോയി കുളിക്കണം. കുളിച്ച് ഫ്രഷായി വീണ്ടും രാത്രി പുറത്തേക്ക് ഇറങ്ങണം. എന്നിട്ട് നൈറ്റ് തായ്ലൻഡ് എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കണം. പറ്റിയ ഒരു മസാജ് എടുക്കണം. അല്ലടാ, മസാജ് ഇല്ല ഇല്ലെന്നൊക്കെ. ഞങ്ങള് അപ്പൊ രാത്രി തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇപ്പൊ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇവിടെ ഇപ്പൊ സമയം എന്ന് പറയുന്നത് 8:45. ഓക്കെ, ഇവിടെ ടൈം രാത്രി 8:45 അപ്പൊ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സും സ്ട്രീറ്റ് സ്റ്റോൾസും എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ജസ്റ്റ് വെറുതെ പുറത്തേക്ക് ഇറങ്ങി ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയതാണ്. ഇഷ്ടംപോലെ സ്റ്റോൾസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഫുഡ് കഴിക്കണ്ടേ? ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാണ്ട്. ആൻഡ് വേറെ എന്തൊക്കെ വഴിയിൽ കാണും എന്നുള്ള കാര്യം ഓൺ ദ വേയിൽ നോക്കാം. മൈക്ര വിത്തൗട്ട് എ ഡോർ. ഒരു രാത്രി ആയി കഴിഞ്ഞാൽ തായ്ലൻഡ് ഫുൾ ഓണാണ്. ഫുള്ള് ബാർസും പബ്സും ഒക്കെ ഓണാവും. സ്ട്രീറ്റ് ഫുഡ്സ് എല്ലാം ഓണാണ്. ആൻഡ് ഇത് മാത്രമല്ല, ഇവിടെ ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഓപ്പൺ ആകുന്ന ഒരു നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. അവിടെ നമ്മൾ ഇന്ന് പോകുന്നില്ല, അപ്പോൾ നെക്സ്റ്റ് ഡേ പോകുന്നതായിരിക്കും. എന്തായാലും അത് കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. നെക്സ്റ്റ് പാർട്ടിൽ ആ ഒരു വ്ളോഗ് വരുന്നതായിരിക്കും. നൈറ്റ് മാർക്കറ്റിൽ നിന്ന് എന്തൊക്കെ കിട്ടുമെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും അവിടെ പോയെങ്കിലേ അറിയുള്ളൂ. ഓക്കെ, സോ നമ്മള് റോഡ് ക്രോസ് ചെയ്ത് അപ്പർ സൈഡിലേക്ക് പോകും. അപ്പർ സൈഡിൽ ഒരു 100 ബാത്ത് ഷോപ്പ്. എന്തെടുത്താലും 100 ബാത്താണ്. അതായത് 100 തായ്ലൻഡ് ബാത്താണ് അവിടുത്തെ പ്രൈസ്. അപ്പൊ അവിടെ എന്തെങ്കിലും കിട്ടുക എന്നുള്ള കാര്യം അവിടെ പോയി നോക്കണം. സുവനിയർ ഉണ്ട്, മിനിമാർട്ട്, കോസ്മെറ്റിക്സ് പ്രോഡക്ട്സ്. ഇത് നമ്മൾ കയറിയ ഷോപ്പല്ലേ? ഇത് നമ്മൾ വന്ന ഷോപ്പ് തന്നെയാണ് ഗൈസ്, ഈ ഒരു ഷോപ്പ്. മാക്സ് പ്രൈസ് 100 ആണല്ലേ? സോ അതുകൊണ്ട് നമ്മൾ വിടൂ. എന്നിട്ട് നമുക്ക് പിന്നെ വരാം. ഇവിടെ തായ്ലൻഡിലെ എല്ലാ ടൈപ്പ് ഓഫ് ഫ്രിഡ്ജ് മാഗ്നറ്റ്സും ഉണ്ട്. അതും പ്രൈസ് എന്ന് പറയുന്നത് 3 എണ്ണത്തിന് 100 ബാത്താണ് വരുന്നത്. 3 എണ്ണം 100 ബാത്ത്. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആ ഒരു മിനിമാർട്ടിൽ കയറി. ഇവിടെ കയറി ഒരു പന്ത് കിട്ടിയപ്പോൾ ഇവന് എറൗണ്ട് ദ വേൾഡ് ചെയ്യണം. ഏതാ കളി എന്ന് നോക്കണേ. പിന്നെ അവിടെ തിരിച്ചു വെച്ചു. നമ്മൾ ഇവിടുന്ന് ഒരു ജസ്റ്റ് ചോക്ലേറ്റ് എടുത്തു. 49 ബാത്ത് ആയി. It's okay, keep that change. It's okay. Thank you.
എക്സ്ട്രാ 1 ബാത്ത് അവർക്ക് കൊടുത്തു, അവർക്ക് ആവശ്യമുണ്ട്. സത്യം 49 രൂപയായ ചോക്ലേറ്റിന്റെ ബാക്കി ഒരു ബാത്ത് അവന് തിരിച്ചു കൊടുത്തു. ഏകദേശം ഒരു ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 രൂപ. ഞങ്ങള് വരുന്ന വഴിക്കാണ് കണ്ടത് ഇവിടെ ഒരു ക്യാമറ. ബ്രോ ക്യാമറ പൊളിഞ്ഞു കിടക്കുന്നു. അപ്പൊ എന്റെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി ആ കൂടെ പോവാ. അപ്പൊ കുട്ടൻ ബ്രോ യു കമ്മിങ്? എന്തോ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. നീ അപ്പൊ എന്റെ കൂടെ വരാണ്ട് പുള്ളിയുടെ കൂടെ പോവാന്ന് എനിക്ക് വലിയ സംശയമുണ്ട്. പക്ഷെ എന്താ അവസ്ഥ നമുക്ക് നോക്കി തന്നെ കണ്ടറിയണം. ഓക്കേ എന്താ പുള്ളി പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാ കേട്ടോ. ഞാൻ വിചാരിച്ചു വലിയ കാര്യത്തിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച ആ കൂടെ പോവായിരിക്കുന്നു. പക്ഷെ എന്ത് ഹിന്ദിയാ പറഞ്ഞത് അവന് ഒരു മനസ്സിലായി. എനിക്ക് പോലും മനസ്സിലായില്ല ഗൈസ്. അപ്പോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ തായ്ലൻഡില് ഒരു ഷോപ്പ് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാ സാധനവും ലീഗലാണ്. ഇത് നോക്ക്, വൈറ്റ് വീട്. ഇവിടെ പല വെറൈറ്റീസ് ഓഫ് വീഡ്സ് ഉണ്ട്. അതിന്റെ വില ഞാൻ കാണിച്ചു തരാം. വില അറിയില്ല. ഓക്കെ 3 grams വാങ്ങിച്ചാൽ 1 gram ഫ്രീ, 5 gram വാങ്ങിച്ചാൽ 3 gram ഫ്രീ, 10 gram വാങ്ങിച്ചാൽ 7 gram. ഇഷ്ടംപോലെ ഷോപ്പ്. ആ വെള്ള സൈനെ കാണുന്ന 3 ഗ്രാംസിന് 500 ബാത്താണ്. നമ്മൾ ഡിന്നർ അടിക്കാനായിട്ട് 7-Eleven വന്നേക്കുന്നത്. 7-Eleven എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ ബർഗറൊക്കെ കിട്ടും. ഇവിടുന്ന് തന്നെ മൈക്രോവേവ് ചെയ്ത് നമുക്ക് കിട്ടും. ജസ്റ്റ് 55 rupees ബീഫ് ബർഗർ കിട്ടും. ഞാനിപ്പോൾ ഒരു ബർഗർ എടുത്തു. അപ്പോൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ ഞങ്ങൾ ഇവിടെ ഡ്രിങ്ക് ചൂസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ഫേമസ് ആയിട്ടുള്ള സാധനം ഉണ്ടല്ലോ, നമ്മുടെ ബനാന ആൻഡ് ചോക്ലേറ്റ് ഡ്രിങ്ക് മിക്സ് ചെയ്തിട്ട് സാധനം. അത് എടുക്കുന്നതിന്റെ ഇടയിലാണ് ഞാനിവിടെ കണ്ടത് മാച്ച. ഗൈസ് നമ്മുടെ മറ്റേ ഫേമസ് ആയിട്ടുള്ള മാച്ച ഉണ്ടല്ലോ, പച്ചക്കളർ സാധനം, അത് ഇവിടെ ഉണ്ട് ഗൈസ്. അതിന്റെ പ്രൈസ് 28 ബാത്താണ്. അറൗണ്ട് 28 വെരി റേറ്റ്. പക്ഷെ ഞാൻ എടുക്കാൻ പോകുന്നത് ചോക്ലേറ്റ്. ആപ്പിൾക്കുട്ടിന് എടുത്തിരിക്കുന്നത് സ്ട്രോബെറി ഗൈസ്. സമയം 10:15 ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഒടുക്കത്തെ ക്യൂ. 7-Eleven ഒടുക്കത്തെ ക്യൂ. പുറകിലേക്കും ആൾക്കാർ, ഫ്രണ്ടിലേക്കും ആൾക്കാർ. ഞങ്ങൾ സാധനങ്ങളെല്ലാം ബില്ല് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. ആൾക്കാർ ചിലപ്പം ദേഷ്യപ്പെടും അവര് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ പറയും, ഷെയർ മുടി വ്ളോഗ് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ബട്ടൺ അമർത്തു, ബെല്ലൈക്കൺ അമർത്തു. സോ 7-Eleven ഇറങ്ങി നമുക്ക് നേരെ ബർഗറും ഹോട്ട് ഡോഗും ഒക്കെ ഹീറ്റാക്കി അവിടെ നിന്ന് തന്നെ തന്നിട്ടുണ്ട്. ജസ്റ്റ് റെഡി ടു ഈറ്റ് സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഡിന്നർ അപ്പോൾ ഇവിടുന്നാണ്. അറൗണ്ട് 200 ബാത്തായി ടോട്ടൽ നമുക്ക് ഡ്രിങ്കും ബർഗറും ഒക്കെ എടുത്തിട്ട്. ആൻഡ് ഇനി ഇവിടുന്ന് കഴിച്ചിട്ട് നേരെ നമ്മൾ റൂമിലേക്ക്. ബാക്കി വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ഫ്രം ഷെയർ മുടി വ്ളോഗ്സ്. So that's all for the day, and see you tomorrow with the next vlog, and it will be uploaded soon, so stay tuned guys. Bye bye. നേരത്തെ റെയിലെ ബീച്ചിലെത്തി. ആൻഡ് ഇവിടുത്തെ സ്പെഷ്യൽ സാധനം ജസ്റ്റ് കണ്ടു നോക്ക്. ഇനി അറൗണ്ട് 10 meters എൻ്റെ മോനെ സീൻ വ്യൂ കാണുന്ന പോലെ ഒട്ടും എളുപ്പമല്ല. എന്താ പറയണ്ടെന്ന് എനിക്കറിയില്ല. ഇറ്റ് വാസ് വർത്ത് ഇറ്റ്.